ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജോഗ്രഫിയിലെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. ഇറോഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപരദനം എന്തായിരുന്നു? എന്തായിരുന്നു ഇറോഷൻ? പ്രകൃതി ശക്തികളുടെ പ്രവർത്തനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തെ നശിപ്പിക്കുകയും മണ്ണിനെയും കല്ലുകളെയും മറ്റും അടർത്തിയെടുത്തുകൊണ്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം. മണൽക്കാറ്റുണ്ട്, ചുഴലിക്കാറ്റുണ്ട്, മലവെള്ളപ്പാച്ചിലുണ്ട്, തിരമാലകളുണ്ട്, ഗുരുത്വാകർഷണമുണ്ട്, ഹിമാനിയുണ്ട്. ഇവയെല്ലാം ഇറോഷന്റെ കാരണങ്ങളാണ്, അപരദനം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇത്തരത്തിൽ ഉപരിതലത്തിലൂടെ ജലം ഒഴുകുമ്പോൾ ചെറിയ ചാലുകൾ രൂപപ്പെടാറുണ്ട്. നമുക്കറിയാം, നദികളിലൂടെയും മറ്റുമൊക്കെ അരുവികളിലൂടെയും ഒക്കെ ജലം ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചെറിയ ചാലുകളൊക്കെ രൂപപ്പെടാറുണ്ട് അല്ലെ. ഇതിനെ ജോഗ്രഫിയിൽ അറിയപ്പെടുന്നത് റില്ലുകൾ എന്നാണ്. റില്ലുകൾ ഓർത്ത് വെച്ചേക്കുക. റില്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതലത്തിലൂടെ ജലം ഒഴുകുന്ന സമയത്ത് ചെറിയ ചാലുകൾ രൂപപ്പെടാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റില്ലുകൾ എന്ന് വിളിക്കുന്നത്. ഈ റില്ലുകൾ പിന്നീട് വലുതാവുക എന്ന് പറഞ്ഞാൽ ആ ജലം ഒഴുകുന്ന അനുസരിച്ച് ജലത്തിന്റെ ശക്തിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ആ റില്ല് എന്ത് ചെയ്യുന്നു? അത് വലുതാവുന്നു. അതിനെ ഗള്ളികൾ എന്ന് പറയുന്നു. കള്ളിയല്ല, ഗള്ളി എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു റില്ലുകൾ ചെറിയ ചാലുകളാണ്. ഈ ചാലുകളെ, നീർച്ചാലുകളെയാണ് റിൽസ് എന്നറിയപ്പെടുന്നത്. RILLS, റില്ലുകൾ. ഈ റില്ലുകളുടെ നീളവും വീതിയൊക്കെ ആഴമൊക്കെ വർദ്ധിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ജലത്തിന്റെ ഒഴുക്കിന്റെ ശക്തിയൊക്കെ അനുസരിച്ച് കൊണ്ട് നീളവും വീതിയും ആഴവും ഒക്കെ എന്ത് ചെയ്യുന്നു? ആ റില്ലുകളുടെ കൂടുന്നു. അപ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് ഗള്ളികൾ. GULLIES, ഗള്ളീസ്. ഓക്കെ, അപ്പൊ റില്ലുകളാണ് എന്തായിട്ട് മാറുന്നത്? ഗള്ളിയായിട്ട് മാറുന്നത്. ഈ ഗള്ളിയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? താഴ്വരയായിട്ട് മാറുന്നത്. അപ്പൊ നമ്മളൊരു താഴ്വര എങ്ങനെ രൂപം കൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഈ ഗള്ളികളുടെ നീളവും വീതിയും ആഴവും ഒക്കെ ക്രമേണ വർദ്ധിച്ച് അവ കൂടിച്ചേരുമ്പോൾ ആണ് എന്തായിട്ട് മാറുന്നത്? താഴ്വരകളായിട്ട് മാറുന്നത്. ഒരു താഴ്വര എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയേക്കുക. റില്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഉപരിതലത്തിലൂടെ ജലം ഒഴുകുമ്പോൾ ചെറിയ നീർച്ചാലുകളൊക്കെ രൂപപ്പെടാറുണ്ട്. അതിനെയാണ് നമ്മൾ റിൽസ് എന്ന് പറയുന്നത്. ആ റില്ലുകളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വലുതായിട്ട് ഗള്ളികളായിട്ട് മാറുന്നത്. ആ ഗള്ളികളാണ് എന്തായിട്ട് മാറുന്നത്? വലിയ താഴ്വരകളായിട്ട് മാറുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: അപരദനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട കുന്നുകളെയാണ് എന്ത് വിളിക്കുന്നത്? മൊണാഡ് നോക്കുകൾ എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മൊണാഡ് എന്നൊരു വാക്ക് കൊണ്ടിരിക്കുന്നത്. മൊണാഡ് നോക്കുകൾ എന്നാണ് അപരദനങ്ങളെ പ്രതിരോധിച്ച് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട കുന്നുകളെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? മൊണാഡ് നോക്കുകളാണ്. അല്ലെങ്കിൽ ആ സമതലങ്ങളിൽ അപരദനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് നിലനിൽക്കുന്ന കുന്നുകളാണ് ഏതെന്ന് പറയുന്നത്? മൊണാഡ് നോക്കുകൾ എന്ന് പറയുന്നത്. ഇറോഷന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് സ്ട്രീം ഇറോഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന സമതലങ്ങളെ പെനി പ്ലെയിനുകൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചത്: അപരദനങ്ങളെ ഇറോഷനെ പ്രതിരോധിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട കുന്നുകളെ എന്ത് വിളിക്കാം? മൊണാഡ് നോക്കുകൾ എന്ന് വിളിക്കാം. സ്ട്രീം ഇറോഷന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന സമതലങ്ങളെ എന്ത് വിളിക്കാം? പെനി പ്ലെയിനുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളൊരു താഴ്വര രൂപം കൊള്ളുന്നത് എങ്ങനെയാന്ന് പഠിച്ചു. റില്ലുകൾ വലുതായിട്ട് ഗള്ളികളായിട്ട് മാറുന്നു. ഗള്ളികൾ എന്തായിട്ട് മാറുന്നു? താഴ്വരയായിട്ട് മാറുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട സമതലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട കുന്നുകൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ. അങ്ങനെ അപരദനങ്ങളെ പ്രതിരോധിച്ച് നിലനിൽക്കുന്ന ഈ ഒറ്റപ്പെട്ട കുന്നുകളെ നമുക്ക് എന്ത് വിളിക്കാം? മൊണാഡ് നോക്കുകൾ എന്ന് വിളിക്കാം. സ്ട്രീം ഇറോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രീം അപരദനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന സമതലങ്ങളെയാണ് പെനി പ്ലെയിനുകൾ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മിയാൻഡറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് അപരദനം മൂലം നദി വളഞ്ഞു ഒഴുകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയാൻഡറുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. വളഞ്ഞു ഒഴുകുന്ന നദികളെ നമ്മൾ മിയാൻഡറുകൾ എന്ന് വിളിക്കാറുണ്ട്. അതായത് ഈ അപരദനം മൂലം, ശക്തമായിട്ടുള്ള അപരദനം നടക്കുന്ന സമയത്ത് നിന്നാണ് നദി എന്ത് ചെയ്യുന്നത്? വളഞ്ഞു ഒഴുകുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയാൻഡറുകൾ അല്ലെങ്കിൽ വക്രവലയങ്ങൾ എന്നാണ് മലയാളം. മിയാൻഡറുകൾ എന്ന് പറഞ്ഞാൽ വക്രവലയങ്ങൾ. നമ്മൾ മിയാൻഡറുകൾ എന്ന് വിളിക്കുന്നുണ്ട്. മിയാൻഡറുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ മിയാൻഡറുകൾ സാധാരണയായി കാണപ്പെടുന്നത് എവിടെയാണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. മിയാൻഡറുകൾ കാണപ്പെടുന്നത് പ്രളയ സമതലങ്ങളിലും ഡെൽറ്റ സമതലങ്ങളിലുമാണ്. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മിയാൻഡറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സ്ബോ തടാകത്തെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഈ മിയാൻഡറുകൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പ്രളയ സമതലങ്ങളിലും ഡെൽറ്റ സമതലങ്ങളിലുമാണ് മിയാൻഡറുകൾ കാണപ്പെടുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അതേപോലെ എക്കൽ വിഷറികൾ, അലൂവിയൽ ഫാൻസ് എന്ന് പറയും. എക്കൽ വിഷറികളെ കുറിച്ച് നമ്മൾ നമ്മുടെ 8, 9, 10 ജോഗ്രഫി ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോഷ്യൽ സയൻസ് ആൻഡ് ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്കൽ വിഷറികളെ കുറിച്ച്. അതായത് ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നദികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റും ഒന്ന് നോട്ട് ചെയ്തേക്കുക. എക്കൽ വിഷറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നദികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശത്തിലേക്ക് കടക്കുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത്? എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത്. ഉയർന്ന പർവ്വത ചരിവുകളിലൂടെ ഒഴുകുമ്പോൾ വലിപ്പമേറിയ തരികളുള്ള അവസാദങ്ങളെയാണ് നദികൾ വഹിച്ചുകൊണ്ട് വരുന്നത്. ഈ ഭാരവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തതിനാൽ നദികൾ അവസാദങ്ങളെ അവിടെ തന്നെ നിക്ഷേപിക്കുന്നു. ഇവ ഉയർന്നതോ താഴ്ന്നതോ ആയ കോണാകൃതിയിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇത്തരം നിക്ഷേപങ്ങളെയാണ് എക്കൽ വിഷറി എന്ന് പറയുന്നത്. എന്താണ് എക്കൽ വിഷറി എന്ന് നമ്മൾ 8, 9, 10 സോഷ്യൽ സയൻസിലെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും എക്കൽ വിഷറികൾ എങ്ങനെയാണ് രൂപം കൊള്ളുക, അല്ലെങ്കിൽ എന്താണ് എക്കൽ വിഷറി ഒന്ന് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്കൽ വിഷറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നദികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത്? എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത്. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നദികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്കൽ വിഷറികൾ രൂപം കൊള്ളുന്നത്. ഉയർന്ന പർവ്വത ചരിവുകളിലൂടെ ഒഴുകുമ്പോൾ വലിപ്പമേറിയ തരികളുള്ള അവസാദങ്ങളെയാണ് നദികൾ സാധാരണ വഹിച്ചുകൊണ്ടുവരുന്നത്. എന്നാൽ സമതലത്തിലേക്ക് കടക്കുമ്പോൾ അവസാദങ്ങളുടെ ഭാരം നദികൾക്ക് താങ്ങാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഈ ഭാരവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ രൂപം കൊള്ളുമ്പം നദികൾ എന്ത് ചെയ്യുന്നു? ഈ അവസാദങ്ങളെ അവിടെ തന്നെ അങ്ങ് നിക്ഷേപിക്കുന്നു. ഇവ ഉയർന്നതോ താഴ്ന്നതോ ആയിട്ടുള്ള ഒരു കോൺ ആകൃതിയിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഒരു കോൺ രീതിയിലായിരിക്കും അവിടെ നിക്ഷേപിക്കപ്പെടുക. ഇത്തരം നിക്ഷേപങ്ങളെയാണ് എന്ത് വിളിക്കുക? എക്കൽ വിഷറി എന്ന് വിളിക്കുന്നത്. ഒരു ബേസിക് ഫാക്റ്റ് ആണ്. നമുക്കറിയാം, ഈ എക്കൽ വിഷറികൾക്ക് അല്ലെങ്കിൽ എക്കൽ കൂനകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന നദികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? ദിശ മാറി ഒഴുകുന്നു അല്ലെ? അവയാണ് കൈവഴികൾ എന്നറിയപ്പെടുന്നത്, ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടായി കാരണം ഈ ഒരു അവസാദങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നത് കൊണ്ട് നദികൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് നദികൾ എന്ത് ചെയ്യുന്നു? മറ്റു വഴികൾ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അതെന്താണ്? ചാലുകളായിട്ട് പിരിഞ്ഞ് ഒഴുകും. അതിനെയാണ് എന്ത് വിളിക്കുക? കൈവഴി എന്ന് വിളിക്കുക. അപ്പൊ എക്കൽ വിഷറികളിൽ നിന്ന് എന്ത് രൂപം കൊള്ളുന്നുണ്ട്? കൈവഴികൾ രൂപം കൊള്ളുന്നുണ്ട്. അതേപോലെ ആർദ്ര കാലാവസ്ഥയുള്ള മേഖലകളിൽ എക്കൽ വിഷറികൾക്ക് എന്ത് കുറവായിരിക്കും? ഉയരം കുറവായിരിക്കും. ഒരു ടൈം മനസ്സിലാക്കി വെക്കുക. ആർദ്ര കാലാവസ്ഥയുള്ള മേഖലകളിൽ എക്കൽ വിഷറികൾക്ക് എന്ത് കുറവായിരിക്കും? ഉയരം കുറവായിരിക്കും. അതേപോലെ നേരത്തെ ഒരു ചരിവും ഉണ്ടായിരിക്കും. വശങ്ങൾക്ക് ശീർഷം മുതൽ പാദം വരെ നേരത്തെ ഒരു ചരിവും ഉണ്ടാകും. ആ ഒരു ടൈമും മനസ്സിലാക്കി വെച്ചേക്കുക. വരണ്ടതോ അല്ലെങ്കിൽ പാതി വരണ്ടതോ ആയ കാലാവസ്ഥകളിൽ കുത്തനെ ചരിവോട് കൂടിയ ഉയർന്ന കോണുകളായിട്ടാണ് എക്കൽ വിഷറികൾ കാണപ്പെടുന്നത്. ആ ഒരു 3 പോയിന്റ് ആണ് എക്കൽ വിഷറികളെ കുറിച്ച്. നിർബന്ധമില്ല പഠിക്കണമെന്ന്, മനസ്സിലാക്കിയിരുന്നാലും മതി. എങ്കിൽ തന്നെയും എക്കൽ വിഷറിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് അലൂവിയൽ ഫാൻസ് അല്ലെങ്കിൽ എക്കൽ വിഷറികൾ എന്ന് പറയുന്നത്. വേണമെങ്കിൽ എക്കൽ വിഷറികളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ മനസ്സിലാക്കി വെച്ചേക്ക് എക്കൽ വിഷറി എന്താണെന്ന് മനസ്സിലായി. എക്കൽ വിഷറികൾക്ക് മുകളിലൂടെയുള്ള നദികളാണ് എന്തായിട്ട് മാറുന്നത്? ചാലുകളായിട്ട് പിരിഞ്ഞൊഴുകുന്നു, കൈവഴികളായിട്ട് മാറുന്നുണ്ട്. അതേപോലെ ആർദ്ര കാലാവസ്ഥയുള്ള മേഖലകൾ എന്താണ്? എക്കൽ വിഷറികൾക്ക് ഉയരം കുറവായിരിക്കും. എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതേപോലെ നേർത്തൊരു ചരിവുണ്ടായിരിക്കും വശങ്ങൾക്കും ശീർഷം മുതൽ പാദം വരെ. എന്നാൽ വരണ്ടതോ പാതി വരണ്ടതോ ആയിട്ടുള്ള കാലാവസ്ഥകളിൽ കുത്തനെ ചരിവോട് കൂടിയ ഉയർന്ന കോണുകളായിട്ടാണ് ഇവ കാണപ്പെടുക. അതേപോലെ ഡെൽറ്റകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെൽറ്റകളുടെ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപം ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഡെൽറ്റകളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഡെൽറ്റകൾക്ക് എന്ത് ആകൃതിയാണുള്ളത്? ത്രികോണ ആകൃതിയാണ്. അതിന് കാരണം എന്താണ്? ഗ്രീക്ക് ഭാഷയിൽ ഡെൽറ്റ അല്ലെ? ഡെൽറ്റ എന്ന പദത്തിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഈ എക്കൽ കൂനകളെ എന്ത് വിളിക്കുന്നത്? ഡെൽറ്റകൾ എന്ന്
പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണത്? എക്കൽ കൂനകളാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണത്? എക്കൽ കൂനകളാണ്. എങ്കിലും അവ രൂപം കൊള്ളുന്ന സ്ഥലം വ്യത്യസ്തമാണ്. ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് നദീമുഖത്താണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഡെൽറ്റകൾ എപ്പോഴും രൂപം കൊള്ളുന്നത് എവിടെയായിരിക്കും? നദീമുഖത്തായിരിക്കും. നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നദീമുഖത്ത് നിക്ഷേപിക്കപ്പെടുകയും കടലിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ എക്കൽ കടലിലേക്ക് വ്യാപിക്കുന്നില്ലെങ്കിൽ നദീമുഖത്ത് തന്നെ ചെറു കൂനകളായിട്ട് വ്യാപിച്ചു കിടക്കും. ഇവയാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡെൽറ്റകൾ എന്താണെന്ന് മനസ്സിലായല്ലോ? അതൊരു എക്കൽ കൂനകളാണ്. എപ്പോഴും അവ രൂപം കൊള്ളുന്നത് എവിടെയാണ്? നദീമുഖത്താണ്. ഈ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന ഈ അവസാദങ്ങളൊക്കെ നദീമുഖത്ത് നിക്ഷേപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അത് കടലിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു? എക്കല് ചിലതൊക്കെ കടലിലേക്ക് വ്യാപിക്കുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യുന്നു? നദീമുഖത്ത് തന്നെ ചെറു കൂനകളായിട്ട് ഇങ്ങനെ കോണാകൃതിയിൽ എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കുന്നു. അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റകൾക്ക് എന്താകൃതിയാണുള്ളത്? ത്രികോണാകൃതിയാണുള്ളത്. അത് ഗ്രീക്ക് ഭാഷയിൽ ഡെൽറ്റ എന്ന പദത്തിനോട് സാമ്യമുണ്ടായത് കൊണ്ടാണ് ഈ എക്കൽ കൂനകളെ ഡെൽറ്റാസ് എന്ന് വിളിക്കുന്നത്. എക്കൽ കൂനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെൽറ്റകളിലെ നിക്ഷേപങ്ങൾ വ്യക്തമായ അടുക്കുകളായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഈ മിയാൻഡറുകളുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഓക്സ്ബോ തടാകങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ? ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് എന്താണ്? മിയാൻഡറുകളാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മിയാൻഡറുകളാണ് ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ പഠിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത് അപതല തീരത്താണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത് അപതല തീരത്താണ്. കോൺവെക്സ് ബാങ്ക് എന്ന് പറയും. കോൺവെക്സ് ബാങ്ക്. മിയാൻഡറിന്റെ അപതല തീരത്താണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത്. മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ മിയാൻഡറിന്റെ അവതല തീരത്താണ്, കോൺവെക്സ് ബാങ്ക് എന്ന് പറയും, അവതല തീരത്താണ് ഓക്സ്ബോ തടാകം രൂപം കൊള്ളുക. അതേപോലെ ഈ നമ്മുടെ മിയാൻഡറുകൾ രൂപം കൊള്ളാൻ കാരണമായ ഒരു ബലം എന്ന് വെച്ചാൽ കോറിയോലിസ് ബലമാണ് കേട്ടോ. മിയാൻഡറുകൾ രൂപം കൊള്ളാൻ കാരണമായ ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോറിയോലിസ് ബലമാണ്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പോയിന്റുകളാണ്. കോറിയോലിസ് ബലം, മിയാൻഡറുകൾ രൂപം കൊള്ളാൻ കാരണം കോറിയോലിസ് ബലമുണ്ട്. അതേപോലെ നദികൾ വശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് മിയാൻഡറുകൾ രൂപം കൊള്ളുന്നത്. അതേപോലെ ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. മിയാൻഡറിന്റെ അവതല തീരത്താണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളാറുള്ളത്, കോൺവെക്സ് ബാങ്ക്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണവും നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണവും നമുക്ക് പഠിക്കണം. കാരണം താഴെ പറയുന്നതിൽ അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമേവ അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമേവ, ഇത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സോളോ ഹോളുകൾ, സിങ്ക് ഹോളുകൾ, ലാപ്പീസ്, ചുണ്ണാമ്പ് കൽപ്രതലങ്ങൾ, ഇവയെല്ലാം എന്താണ്? അപരദനം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട 2 ഹോളുകൾ ഉണ്ട് അല്ലെ? സോളോ ഹോളുകൾ, സിങ്ക് ഹോളുകൾ, ലാപ്പീസ്, ചുണ്ണാമ്പ് കൽപ്രതലങ്ങൾ, ഇവയെല്ലാം എന്താണ്? അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് സ്റ്റാലക്ടൈറ്റുകൾ, സ്റ്റാലഗ്മൈറ്റുകൾ, സ്തംഭങ്ങൾ, ഇവയെല്ലാം എന്താണ്? നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 8, 9, 10 പഠിക്കാനുണ്ട്. ഈ സോളോ ഹോളുകളും സിങ്ക് ഹോളുകളൊന്നും അങ്ങനെ വലുതായിട്ട് കേൾക്കാൻ വഴിയില്ല. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഈ സോളോ ഹോളുകളെ മലയാളത്തിൽ കുരുവിക്കുഴികൾ എന്നാണ് അറിയപ്പെടുന്നത്. സോളോ ഹോൾസിനെ കുരുവിക്കുഴികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ലയന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പുകല്ലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുഴികളെയാണ് സോളോ ഹോളുകൾ എന്ന് പറയുന്നത്. ചുണ്ണാമ്പുകല്ലിന്റെ ഉപരിതലത്തിൽ കാണുന്ന കുഴികളെയാണ് സോളോ ഹോളുകൾ എന്ന് അറിയപ്പെടുന്നത്. ചുണ്ണാമ്പുകല്ലിന്റെ ഉപരിതലത്തിൽ കാണുന്ന കുഴികളെയാണ് സോളോ ഹോളുകൾ എന്ന് അറിയപ്പെടുന്നത്. ചെറുതോ ഇടത്തരം വലിപ്പമുള്ളതോ ആയ ഈ കുഴികൾ വൃത്താകൃതിയിലോ അർദ്ധവൃത്താകൃതിയിലോ ആണ് രൂപം കൊള്ളുക. അത് മനസ്സിലാക്കിയില്ലെങ്കിലും കല്ലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുഴികളാണ് സോളോ ഹോളുകൾ അഥവാ കുരുവിക്കുഴികൾ എന്ന് പറയുന്നത്. അതെന്താണ്? അപരദന ഭൂരൂപത്തിന് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ മറ്റൊന്നാണ് സിങ്ക് ഹോളുകൾ അഥവാ അവതലന കുഴികൾ. സിങ്ക് ഹോൾസ് അഥവാ അവതലന കുഴികൾ. ചുണ്ണാമ്പുകൽ പ്രദേശങ്ങളിലാണ് ഈ സിങ്ക് ഹോളുകൾ കാണപ്പെടാറുള്ളത്. പൊതുവെ കാണപ്പെടുന്ന എവിടെയാണ്? ചുണ്ണാമ്പുകൽ പ്രദേശങ്ങളിലാണ്. മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയിലും
താഴേക്ക് ഫണലിന്റെ ആകൃതിയിലുമുള്ള കുഴികളെയാണ് സിങ്ക് ഹോളുകൾ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒരു വൃത്താകൃതിയിൽ മുകൾ ഭാഗത്ത് ഒരു വൃത്താകൃതി ആണെങ്കിൽ താഴേക്ക് ഒരു ഫണലിന്റെ ആകൃതിയിലുള്ള കുഴികളായിരിക്കും സിങ്ക് ഹോളുകൾ അഥവാ അപതലന കുഴികൾ. ഇത് രണ്ടും എന്തിന് ഉദാഹരണമാണ്? അപരദന രൂപങ്ങൾക്ക് ഉദാഹരണമാണ്. മറന്നു പോകരുത്. അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് സോളോ ഹോളുകൾ അഥവാ കുരുവിക്കുഴികൾ, സിങ്ക് ഹോളുകൾ അഥവാ അപതലന കുഴികൾ. അതേപോലെ നമ്മൾ പറഞ്ഞു ലാപ്പീസ്. ലാപ്പീസും എന്തിന് ഉദാഹരണമാണ്? അപരദന ഭൂരൂപത്തിന് ഉദാഹരണമാണ്. ചുണ്ണാമ്പുകല്ലിൽ അവശേഷിക്കുന്ന വരമ്പുകളെയാണ് ലാപ്പീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ചുണ്ണാമ്പുകല്ലില് എന്താ പറയുക, കുഴികളും ചെറിയ ഈ ഹോൾസ് ഒക്കെ ഇല്ലേ, അതായത് സോളോ ഹോൾസ്, സിങ്ക് ഹോൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ചുണ്ണാമ്പുകല്ലില് കാണപ്പെടുന്ന വരമ്പുകളെ, റിഡ്ജിനെയാണ് എന്ത് പറയുന്നത്? ലാപ്പീസ് എന്ന് പറയുന്നത്. അതായത് ലയന പ്രവർത്തനം മൂലമാണ് ലാപ്പീസ് രൂപം കൊള്ളുക. ലയനം നടക്കുന്നത് കൊണ്ടാണ്. ലയന പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ വെതറിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലയനം നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ലയന പ്രവർത്തനം നടക്കുന്ന സമയത്താണ് ലാപ്പീസ് രൂപം കൊള്ളുക എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് ചുണ്ണാമ്പുകൽ പ്രതലങ്ങളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ചുണ്ണാമ്പുകൽ ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് ലാപ്പീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുണ്ണാമ്പുകലിന്റെ അവശേഷിക്കുന്ന ആ ഒരു റിഡ്ജിനെയാണ്, വരമ്പിനെയാണ് ലാപ്പീസ് എന്ന് പറയുന്നത്. ലാപ്പീസ് എങ്ങനെയാണ് ഉണ്ടാകുക? ലയന പ്രവർത്തനം മൂലമാണ് ലാപ്പീസ് രൂപം കൊള്ളുക. ഓക്കെ. അതേപോലെ ചുണ്ണാമ്പുകൽ പ്രതലങ്ങളും എന്തിന് ഉദാഹരണമാണ്? അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ മറന്നുപോയാൽ അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സോളോ ഹോളുകൾ അഥവാ കുരുവിക്കുഴികൾ, സിങ്ക് ഹോളുകൾ അഥവാ അവതലന കുഴികൾ, ലാപ്പീസ്, ചുണ്ണാമ്പുകൽ പ്രതലങ്ങൾ. അതേപോലെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് സ്റ്റാലക്ടൈറ്റുകൾ, സ്റ്റാലഗ്മൈറ്റുകൾ, സ്തംഭങ്ങൾ. സ്റ്റാലക്ടൈറ്റുകൾ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? നമ്മുടെ ചുണ്ണാമ്പുകൽ പാളികളിലൂടെ ജലം ഇങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങും അല്ലേ? നമ്മൾ ഫോട്ടോയിലായി കണ്ടിട്ടില്ലേ? ചുണ്ണാമ്പുകൽ പാളികളിലൂടെ ഇങ്ങനെ ജലം താഴേക്ക് ഊർന്നിറങ്ങുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കാൽസ്യം കാർബണേറ്റ് അവിടെ നിക്ഷേപിക്കുന്നു. അതായത് ഈ ചുണ്ണാമ്പുകലിൽ നിന്നുമുള്ള കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം രൂപം കൊള്ളുന്നു. ഇത് ഗുഹകളുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന ഈ കാൽസ്യം കാർബണേറ്റ് മിശ്രിതം സാവധാനം എന്ത് ചെയ്യുന്നു? കട്ട പിടിച്ചിട്ട് തല കീഴായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇങ്ങനെ ഗുഹയുടെ മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന ഭൂരൂപത്തെയാണ് എന്ത് പറയുന്നത്? സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത്. ഇത് തിരിഞ്ഞു പോകില്ല. സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും തമ്മിൽ തിരിഞ്ഞു പോകില്ല. സ്റ്റാലക്ടൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താപ്പോട്ട് വരുന്നതിനായിരിക്കും സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുക. ടൈറ്റ് ആണ്. മുകളിൽ നിന്ന് താപ്പോട്ട് വരുമ്പോൾ എന്താണ്? നല്ല ടൈറ്റ് ആണ്. താഴെയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? മൈറ്റ് ആണ്. മുകളിൽ നിന്ന് താപ്പോട്ട് വരുമ്പോൾ ടൈറ്റും, താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ മൈറ്റും. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ചുണ്ണാമ്പുകൽ പാളികളിലൂടെ ജലം താഴേക്ക് ഊർന്നിറങ്ങുന്നതിന്റെ ഫലമായിട്ട് കാൽസ്യം കാർബണേറ്റ് നിക്ഷേപം ഉണ്ടാകുന്നു. ഇങ്ങനെ ഗുഹയുടെ മേൽക്കൂരിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന കാൽസ്യം കാർബണേറ്റ് മിശ്രിതം എന്ത് ചെയ്യുന്നു? സാവധാനം കട്ട പിടിച്ച് തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ ഗുഹയുടെ മേൽക്കൂരിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഭൂരൂപത്തെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഗുഹയുടെ അടിത്തറയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കാൽസ്യം കാർബണേറ്റ് തൂണുകളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം രണ്ടും എന്താണ്? കാൽസ്യം കാർബണേറ്റ് നിക്ഷേപങ്ങളാണ്. ഒരു സ്തംഭത്തിന്റെയോ ഡിസ്കിന്റെയോ ആകൃതിയിലൊക്കെയാണ് ഈ സ്റ്റാലഗ്മൈറ്റുകൾ കാണപ്പെടുന്നത്. അതിന്റെ മുകളറ്റം മിനുത്തുരുണ്ട് ഉന്തി നിൽക്കുന്നതായിരിക്കും. ചെറിയ ഗർത്തം പോലെയൊക്കെ അവയെ കാണാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കി വരുന്നാൽ മതി. സ്റ്റാലഗ്മൈറ്റുകൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ സ്റ്റാലക്ടൈറ്റുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന കാൽസ്യം കാർബണേറ്റ് നിക്ഷേപങ്ങളായിരിക്കും എന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം, നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം. ഇതൊക്കെ നിക്ഷേപിക്കുമല്ലേ, അതുകൊണ്ട് നിക്ഷേപണ ഭൂരൂപങ്ങൾ ഉദാഹരണമാണ് സ്റ്റാലക്ടൈറ്റുകൾ, സ്റ്റാലഗ്മൈറ്റ്. അതുപോലെ സ്തംഭങ്ങളുണ്ട് കേട്ടോ, സ്തംഭങ്ങൾ. അതുപോലെ ഹിമാനികളെ കുറിച്ച് നമുക്ക് പഠിക്കാനല്ലേ, ഗ്ലേസിയസ്. ഹിമാനികൾ എന്താണെന്ന് നമുക്കറിയാം. ഹിമപിണ്ഡമാണ് ഹിമാനികൾ. ഹിമത്തിന്റെ പിണ്ഡം, മഞ്ഞുകട്ടകളാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. കരയ്ക്ക് മുകളിലൂടെ പാളികളായും പർവ്വത ചരിവിലെ വിശാല താഴ്വരകളിലൂടെയും ഒക്കെ നേരെയും ഒക്കെ ഒഴുകി നീങ്ങുന്ന ഹിമപിണ്ഡമാണ് എന്ത് പറയുന്നത്? ഹിമാനികൾ എന്ന്, ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഹിമാനികളുടെ പ്രത്യേകത, രണ്ട് പ്രത്യേകതകൾ പഠിക്കണം. ഹിമാനികൾ വളരെ സാവധാനത്തിലാണ് ചലിക്കുന്നത് കേട്ടോ. നമ്മള് സ്ലോ മൂവ്മെന്റ്സിനും അതേപോലെ റാപ്പിഡ് മൂവ്മെന്റ്സും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ക്രീപ്പും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ്മെന്റ് നടത്തുന്ന ഒരു സംഭവമാണ് എന്ത്? ഹിമാനികൾ. വളരെ സാവധാനത്തിലാണ് ഹിമാനികൾ ചലിക്കുന്നത്. ഒരു ദിവസം ഏതാനും മീറ്ററിൽ കൂടുതൽ അവ സഞ്ചരിക്കാറില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ ഹിമാനികൾ സഞ്ചരിക്കുന്ന ഏതൊരു ബലമായിരിക്കും? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് പോകുന്നത്? ഈ ഗ്ലേസിയേഴ്സ് ഒക്കെ മൂവ്മെന്റ് നടത്തുന്നത്. ഹിമാനികൾ സഞ്ചരിക്കുന്നത് പ്രധാനമായിട്ടും ഗുരുത്വാകർഷണ ബലം മൂലമാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക.
അതേപോലെ ഹിമാനികളും നദികളും എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബോക്സിനകത്ത് നമുക്കൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും, എന്നാൽ തന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഹിമാലയൻ മലഞ്ചെരുവുകളിലും താഴ്വരകളിലും അനേകം ഹിമാനികളുണ്ട്. ആ ഒരു പോയിന്റ് നമുക്കറിയില്ലേ, ഹിമാലയത്തിൽ എന്തായാലും എന്ത് കാണും, താഴ്വരയിലും ഒക്കെ ഹിമാനികൾ കാണും. ഉത്തരാഖണ്ഡ് അല്ലെ, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം, ജമ്മു കാശ്മീരിന്റെ താഴെയായിട്ട് വരുന്നതാണ് അല്ലെ. ആ ഭാഗത്തൊക്കെ നമുക്ക് എന്തോ ഹിമാലയം ഉണ്ട്. അതേപോലെ ഹിമാചൽ പ്രദേശ് അടുത്തടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ഈ സംസ്ഥാനങ്ങളുടെ ജമ്മു കാശ്മീരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ എന്തുണ്ട്, ഇത്തരം ഹിമാനികളുണ്ട്. ഹിമാലയായിട്ടൊക്കെ ആതിർവരമ്പുള്ള സംസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഹിമാനികളുണ്ട്. ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായി. അതേപോലെ ഗംഗോത്രി ഹിമാനിയുടെ മഞ്ഞുരുകിയെത്തുന്ന ജലമാണ് ഭഗീരഥി നദിയെ ജലസമ്പന്നമാക്കുന്നത്. അതായത് ഈ നമ്മുടെ ഭഗീരഥി നദി ഉണ്ടല്ലോ, ഈ ഭഗീരഥി നദിയിലേക്ക് ധാരാളം ജലം എത്തുന്നത് എവിടെ നിന്നാണ്? ഗംഗോത്രി ഹിമാനിയുടെ മഞ്ഞുരുകിയിട്ടാണ്. ഗംഗോത്രി ഹിമാനിയിൽ നിന്നുള്ള മഞ്ഞുരുകിയാണ് ഭഗീരഥി നദിയിൽ എന്ത് കിട്ടുന്നത്? ജലം ലഭിക്കുന്നത്. അതേപോലെ അളകാപുരി ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ നദിയിലേക്ക് ജലം എത്തുന്നത്. അളകാപുരി ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ നദിയിലേക്ക് ജലം എത്തുന്നത്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചിട്ടാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം അല്ലെ, അളകാ നദി, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ സംഗമിച്ചുകൊണ്ടാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഗംഗാ നദി രൂപം കൊണ്ടിട്ടുള്ളത്. അളകനന്ദ, ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ സംഗമിച്ചാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഇപ്പൊ ഹിമാനികളും താഴ്വരകളും എന്ന് പറയുന്ന നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ല, കുഞ്ഞൊരു ബോക്സ് ആണ്. അത് നീക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹിമാനികളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന അപരദന രൂപങ്ങൾ. ഹിമാനികളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന അപരദന രൂപങ്ങൾക്ക് ഉദാഹരണം ഏത് വേണമെങ്കിൽ ചോദിക്കാം. സിർക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിർക്കുകൾ എന്ന് പറയുന്നത് ഈ ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു അപരദന രൂപമാണ് സിർക്ക്. മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഭൂരൂപമാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. ഹിമാനി താഴ്വരയുടെ ശീർഷഭാഗത്താണ് സിർക്കുകൾ പൊതുവെ രൂപം കൊള്ളുന്നത്. ഹിമാനി താഴ്വരയുടെ ടോപ്പ് ഭാഗത്തായിട്ടായിരിക്കും എന്ത്, സിർക്കുകൾ പൊതുവെ രൂപം കൊള്ളാറുള്ളത്. സിർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാനിയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു അപരദന രൂപമാണ്. മനസ്സിലാക്കിയിരിക്കുക. മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കാണുന്ന ഒന്നാണ്, ഒരു ഭൂരൂപമാണ് സിർക്കുകൾ. ഹിമാനിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അപരദന രൂപമാണത്. അതിന്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചെങ്കുത്തായ ഭിത്തികളോട് കൂടിയ തടങ്ങളാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. വലിയ ആഴവും നീളവും വിസ്തൃതിയുമുള്ള സിർക്കുകൾക്ക് അവതല ആകൃതി ആയിരിക്കും ഉള്ളത്. ഇവയുടെ അടിത്തട്ട് പരന്നതായിരിക്കും. അതുപോലെ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് നീങ്ങുന്ന ഹിമാനികൾ ചരിവുകളെ കാർന്നെടുക്കുന്നത് മൂലമാണ് സിർക്കുകൾ രൂപം കൊള്ളുക. ഹിമാനികൾ അപ്രത്യക്ഷമാകുമ്പോൾ സിർക്കുകളിൽ ചെറു ജലാശയങ്ങൾ രൂപം കൊള്ളുന്നു. ഇത്തരം ജലാശയങ്ങളെ സിർക്ക് തടാകങ്ങൾ അഥവാ ടാൻ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ സിർക്ക് തടാകങ്ങൾക്ക് ഉദാഹരണമൊക്കെ നമ്മൾ കഴിഞ്ഞ HS സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സിർക്ക് തടാകങ്ങൾക്ക് ഉദാഹരണം ഏതാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കൽ എന്താണ്? ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു അപരദന രൂപമാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. സിർക്കുകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു ഭൂരൂപമാണ്. ചെങ്കുത്തായ ഭിത്തികൾ ഉണ്ട് അവയ്ക്ക്. ചെങ്കുത്തായ ഭിത്തികളോട് കൂടിയ തടാകങ്ങളാണ് സിർക്കുകൾ. ഈ ആഴവും നീളവും വിസ്തൃതിയുമുള്ള സിർക്കുകൾക്ക് അവതല ആകൃതി, ഒരു കോൺവെക്സ് ആകൃതി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അടിത്തട്ട് പരന്നതായിരിക്കും. പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് നീങ്ങുന്ന ഹിമാനികൾ ചരിവുകളെ കാർന്നെടുക്കുന്നത് മൂലമാണ് ഈ സിർക്കുകൾ രൂപം കൊള്ളുക. ഹിമാനികൾ അപ്രത്യക്ഷമാകുമ്പോൾ സിർക്കുകളിൽ ചെറു ജലാശയങ്ങൾ രൂപം കൊള്ളുന്നു. ഇത്തരം ജലാശയങ്ങളെ എന്ത് തടാകങ്ങൾ എന്ന് അറിയപ്പെടും? സിർക്ക് തടാകങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ടാൻ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. അതേപോലെ ഹോണുകൾ നമ്മുടെ ഈ അപരദന രൂപമാണ്. അതായത് ഹിമാനികൾ ഫലമായിട്ടുണ്ടാകുന്ന, ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഒരു അപരദന ഭൂരൂപമാണ് ഹോണുകൾ എന്ന് പറയുന്നത്. ഹോൺസ്, HORNS, ഹോൺസ്. അതായത് ഈ സിർക്കുകളുടെ ഭിത്തികളുടെ ശീർഷഭാഗത്ത് അപരദനം സംഭവിക്കുമ്പോഴാണ് ഈ ഹോണുകൾ ഉണ്ടാകുന്നത്. സിർക്കുകൾ നമ്മൾ പഠിച്ചില്ലേ, ആ സിർക്കുകളുടെ ഭിത്തികളുടെ ടോപ്പ് ഭാഗത്തായിട്ട് അപരദനം സംഭവിക്കുമ്പോഴാണ് ഹോണുകൾ ഉണ്ടാകുന്നത്. 3 അതിലധികമോ സിർക്കുകളുടെ ശീർഷഭാഗത്ത് ഇങ്ങനെ അപരദനം ഉണ്ടാകുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? പരസ്പരം കൂടിച്ചേർന്ന് ഒരു കൊടുമുടികളായിട്ട് അങ്ങ് മാറുന്നു. ഈ കൊടുമുടികളെയാണ് ഹോണുകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കിയിരുന്നാൽ മതി. ഹോണുകളും എന്തൊരു ഉദാഹരണമാണ്? അപരദന ഭൂരൂപത്തിന്, അതായത് ഹിമാനിയുടെ ഫലമായിട്ടുണ്ടാകുന്ന അപരദന ഭൂരൂപത്തിന് ഉദാഹരണമാണ്. സിർക്കുകളുടെ ഭിത്തികളുടെ ശീർഷഭാഗത്ത് അപരദനം സംഭവിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഈ ഹോണുകൾ ഉണ്ടാകുന്നത്. ഈ 3 അതിലധികമോ സിർക്കുകളുടെ ശീർഷഭാഗത്ത് ഇങ്ങനെ അപരദനം ഉണ്ടാകുന്ന സമയത്ത് അവ പരസ്പരം കൂടിച്ചേർന്ന് ഒരു കൊടുമുടിയായിട്ട് മാറുന്നു. ഈ കൊടുമുടികളെയാണ് പ്രധാനമായി ഹോണുകൾ എന്ന് വിളിക്കുന്നത്. ഹോണുകൾ ഉയർന്നതും മൂർച്ചയേറിയതും
ചെങ്കുത്തായ വശങ്ങളോട് കൂടിയമായിട്ടുള്ള ഒരു കൊടുമുടിയാണെന്നും മനസ്സിലാക്കുക. ഹോണുകളുടെ പ്രത്യേകത ചോദിച്ചാൽ ഉയർന്നതാണ്, ഹോണുകൾ ഉയർന്നതാണ്, മൂർച്ചയേറിയതാണ്, ചെങ്കുത്തായ വശങ്ങളുള്ള കൊടുമുടിയാണ്. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് ബ്ലാങ്ക് കൊടുമുടിയും അതുപോലെ തന്നെ ഹിമാലയ പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയും സിർക്കുകളുടെ ശീർഷഭാഗത്തുണ്ടായ അപരദനത്തിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഹോണുകൾക്ക് ഉദാഹരണമാണെന്നും മനസ്സിലാക്കുക. അതായത് നമ്മുടെ ആൽപ്സ് പർവ്വതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് ബ്ലാങ്ക്. അതുപോലെ നമ്മുടെ എവറസ്റ്റ് കൊടുമുടി, ഹിമാലയ പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി, അതിന്റെയൊക്കെ സിർക്കുകളുടെ ശീർഷഭാഗത്തുണ്ടായ അപരദനത്തിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഹോണുകളാണ് എന്ന് മനസ്സിലാക്കുക. മൗണ്ട് ബ്ലാങ്കും എവറസ്റ്റ് ഒക്കെ എന്തൊരു ഉദാഹരണമാണ്? ഹോണുകൾക്ക് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിർക്കുകൾക്കിടയിലെ പാർശ്വഭിത്തികളും ശീർഷഭിത്തികളും പടിപടിയായുള്ള അപരദനത്തിലൂടെ നീർത്തു വരികയും ഈർച്ചവാളുകൾ പോലെയുള്ള വരമ്പുകളായി മാറുകയും ചെയ്യുന്നവയെ എറേറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എറേറ്റുകൾ എന്തൊരു ഉദാഹരണമാണ്? ഹിമാനിയുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന അപരദന രൂപങ്ങൾക്ക് ഉദാഹരണമാണ്. എന്ത്? എറേറ്റുകൾ. അതായത് സിർക്കുകൾക്കിടയിലെ പാർശ്വഭിത്തികളും ശീർഷഭിത്തികളും പടിപടിയായുള്ള അപരദനത്തിലൂടെ നേർത്തു വരുന്നു, ഈർച്ചവാളുകൾ പോലെയുള്ള വരമ്പുകളായിട്ട് അവ മാറുകയും ചെയ്യുന്നു. ഇവയാണ് എറേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എറേറ്റുകൾ, ഹോണുകൾ, സിർക്കുകൾ ഇവയൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഹിമാനിയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന അപരദന രൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ ഹിമാനിയ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ. അത് ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഹിമാനിയ താഴ്വരകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഫിജോർഡ് അല്ലെങ്കിൽ ഫിയോർഡുകൾ. അതേപോലെ ഹിമാനികൾ ഉരുകുന്നതിന്റെ ഫലമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ശിലാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഹിമാനികൾ ഉരുകുന്നതിന്റെ ഫലമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ശിലാവശിഷ്ടങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇവയെ ഗ്ലേഷ്യൽ ടിൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കണേ. ഹിമാനിയുമായി ബന്ധപ്പെട്ട് ഗ്ലേഷ്യൽ ടിൽ എന്ന് പറഞ്ഞാൽ ഹിമാനികൾ ഉരുകുന്നതിന്റെ ഫലമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ശിലാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇവയാണ് ഗ്ലേഷ്യൽ ടിൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ രൂപങ്ങൾക്ക് ഉദാഹരണം കൂടി നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന അപരദന രൂപങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു. സിർക്കുകൾ, ഹോണുകൾ, എറേറ്റുകൾ ഇവയൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ഇല്ലേ? ഹിമത്തൊട്ടികൾ, ഫിയോർഡുകൾ ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം? അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയാം. അതായത് ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് സിർക്കുകൾ, ഹോണുകൾ, അതേപോലെ ഈ ഒരു എറേറ്റുകൾ, ഹിമാനിയ താഴ്വരകൾ, ഫിയോർഡുകൾ ഇവയൊക്കെ എന്താണ്? ഹിമാനിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം കൂടി പഠിക്കണം. നിക്ഷേപണ ഭൂരൂപം ഉണ്ടാകുന്നുണ്ട്. അതായത് ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് നിക്ഷേപണ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മൊറൈനുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന ടീമാണ് മൊറൈനുകൾ, എസ്കറുകൾ, ഔട്ട് വാഷ് സമതലങ്ങൾ, ഡ്രംലിനുകൾ ഇവയെല്ലാം എന്താണ്? ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മൊറൈനുകൾ, എസ്കറുകൾ, ഔട്ട് വാഷ് സമതലങ്ങൾ, ഡ്രംലിനുകൾ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ റാങ്കിനകത്ത് കയറാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഇച്ചിരി ടഫ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇത് ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ജോലി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇത് ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സിലബസിലുള്ളത് കൊണ്ട് ചോദിക്കാതെ ഇരിക്കാം. നമുക്ക് ഇത് ചോദിക്കും എന്ന് നമുക്ക് ഒന്നിനും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുക. ഹിമാനികളുടെ പരമായിട്ടുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ കൊണ്ട് ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങളുണ്ട്. ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സിർക്കുകൾ, ഹോണുകൾ, എറേറ്റുകൾ, ഫിജോർഡുകൾ അല്ലെ? അതേപോലെ തന്നെ ഹിമാനിയ താഴ്വരകളൊക്കെ പഠിച്ചു. അതേപോലെ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾ, ആ നിക്ഷേപണ ഭൂരൂപങ്ങളെ നമുക്ക് 4 എണ്ണം ഉണ്ട് പ്രധാനമായിട്ടും. മൊറൈനുകൾ, എസ്കറുകൾ, ഔട്ട് വാഷ് സമതലങ്ങൾ, ഡ്രംലിനുകൾ. ഇവ എന്താണെന്ന് പഠിച്ചില്ലെങ്കിൽ പോലും ഇത് 4 ഹിമാനിയുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്ലേഷ്യൽ ടില്ലുകൾ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടാകുന്ന
നീണ്ട വരമ്പുകളെയാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. നീണ്ട വരമ്പുകളെയാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഹിമാനിയുമായി ബന്ധപ്പെട്ടതാണ്. ഹിമാനികൾ നിക്ഷേപിക്കുന്ന ഭൂരൂപങ്ങളാണ് ഈ മൊറൈനുകൾ. അതെന്താണ്? ഈ ഗ്ലേഷ്യൽ ടില്ലുകളുടെ വരമ്പുകളാണ്. അതായത് ഹിമാനിയുടെ പാദഭാഗത്തുണ്ടാകുന്ന നിക്ഷേപങ്ങളെയാണ്, അല്ലെങ്കിൽ ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന നീണ്ട വരമ്പുകളെയാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഈ ഡ്രംലിനുകൾ എന്ന് പറഞ്ഞാൽ ഹിമാനികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന ശിലാപദാർത്ഥങ്ങൾ ചരലും മണലുമായിട്ടൊക്കെ കൂടി ചേർന്ന് വൃത്താകൃതിയിലുള്ള നിക്ഷേപ നിരകൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് ഡ്രംലിനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മഞ്ഞുരുകുമ്പോൾ കാണുന്ന വരമ്പിനെയാണ് എസ്കർ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഹിമാനികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന ശിലാപദാർത്ഥങ്ങൾ ചരലും മണലുമായിട്ട് കൂടിച്ചേർന്ന് വൃത്താകൃതിയിലുള്ള നിക്ഷേപ നിരകൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് ഡ്രംലിനുകൾ എന്ന് വിളിക്കുന്നത്. മൊറൈനുകൾ, ഡ്രംലിനുകൾ, എസ്കറുകൾ, ഔട്ട്വാഷ്, സമതലം ഇവയെല്ലാം നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. എന്തിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന? ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ സ്പിറ്റുകൾ, കരയുമായി ബന്ധപ്പെട്ട മണൽത്തിട്ടയാണ് സ്പിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേമൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇതിൽ നിന്ന് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, നമുക്കറിയില്ല. അപ്പൊ സ്പിറ്റുകൾ എന്ന് പറഞ്ഞാൽ കരയുമായി ബന്ധപ്പെട്ട മണൽത്തിട്ടയെ സ്പിറ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നത് കാറ്റുകളെ കുറിച്ചാണ്. വിൻസ്, കാറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വിവിധതരം കാറ്റുകളും അവരുടെ പ്രത്യേകതകളും അല്ല, കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാറ്റ് ഉണ്ടാക്കുന്ന അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന രൂപങ്ങൾക്ക് ഉദാഹരണം നമ്മൾ പഠിക്കണം. പെഡിമെന്റുകൾ, പെഡിപ്ലെയിനുകൾ, പ്ലയാസ്, അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കൂൺശിലകൾ, പീഠശിലകൾ, പെഡസ്റ്റലുകൾ. ഇത് ഇത്രയുമാണ് കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന ഭൂരൂപങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റൂ. കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങൾ ഉദാഹരണം ഏതൊക്കെയാണ്? പെഡിമെന്റുകൾ, പെഡിപ്ലെയിനുകൾ, പ്ലയാസ്. ഇവിടെ മൂന്നും വരുന്നതാണ് അവിടെ അല്ലെ. പെഡിമെന്റുകൾ, പെഡിപ്ലെയിനുകൾ, പ്ലയാസ്. അതുപോലെ ഗർത്തങ്ങളുണ്ട്, അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ. ഇതെല്ലാം കാറ്റിന്റെ രൂപാന്തരം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഗുഹകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ട്. അതുപോലെ കൂൺശിലകൾ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീഠഭൂമികൾ, പീഠശിലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെഡസ്റ്റലുകൾ, ഇവയെല്ലാം എന്താണ്? കാറ്റിന്റെ അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ അപവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപവഹന ഗർത്തങ്ങൾ കാറ്റിന്റെ അപരദന ഭൂരൂപങ്ങൾ വഴി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ലേ. എന്താണ് അപവഹനം? ഈ ശിലകളുടെ ഉപരിതലത്തിൽ നിന്ന് പൊടിയും മറ്റു നേർത്ത വസ്തുക്കളും ഒക്കെ കാറ്റിൽ പറന്നു പോകുന്നുണ്ട് അല്ലെ. ഇവ നീക്കം ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? അപവഹനം എന്ന് പറയുന്നത്. അപ്പൊ അപവഹന ഗർത്തങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ അപവഹന ഗർത്തം എന്ന് പറയുന്നത് എന്താണ്? കാറ്റിന്റെ ഒരു അപരദന ഭൂരൂപമാണ്. സിമ്പിൾ അല്ലൂടെ. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. ഇപ്പൊ ശിലകളുടെ ഉപരിതലത്തിൽ, അത് ഈ കല്ലിന്റെയൊക്കെ മുകളിൽ എന്ത് ചെയ്യുന്നു? കാറ്റടിക്കുമ്പോൾ പൊടിയും മറ്റും ചെറിയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് പറന്നു പോത്തില്ലേ. അപ്പൊ അതിനെയാണ് അപവാഹനം എന്ന് പറയുന്നത്. അപ്പൊ അപവാഹനത്തിന് കാരണം എന്താണ്? അത് കാറ്റാണ് അല്ലെ. കാറ്റിന്റെ അപരദന ഭൂരൂപമാണ്. നമുക്ക് ഈ പെഡിമെന്റുകൾ എന്താ നോക്കാം. പെഡിമെന്റുകൾ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ അടിവാരത്തെ ശിലാപ്രതലത്തെയാണ് പെഡിമെന്റുകൾ എന്ന് പറയുന്നത്. പർവ്വതത്തിന്റെ അടിവാരത്തെ ശിലാപ്രതലത്തെയാണ് എന്ത് പറയുന്നത്? പെഡിമെന്റുകൾ എന്ന് പറയുന്നത്. പെഡിപ്ലെയിനുകൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിലെ തേഞ്ഞ് നിരപ്പായ സമതലത്തെയാണ് പെഡിപ്ലെയിനുകൾ എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങൾ തേഞ്ഞ് നിരപ്പായ സമതലം ഉണ്ടാകുമ്പോൾ അതിനെയാണ് പെഡിപ്ലെയിനുകൾ എന്ന് പറയുന്നത്. പ്ലയാസ് എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് പ്ലയാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന ഭൂരൂപങ്ങളാണെന്ന് മനസ്സിലാക്കുക. ആഴം കുറഞ്ഞ ജലാശയങ്ങളെ പ്ലയാസ് എന്നറിയപ്പെടുന്നു. ആഴം കുറഞ്ഞ ജലാശയത്തിലേക്ക് പിള്ളേർ കളിക്കുന്ന, അപ്പൊ അങ്ങനെ ആ ഒരു വേളയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ആഴം കുറഞ്ഞ ഗർത്തങ്ങളെയാണ് അപവാഹന ഗർത്തം എന്ന് പറയുന്നത്. അതുപോലെ കൂൺശിലകൾ എന്ന് പറയുന്നത് മരുഭൂമിയിലെ ശിലാരൂപങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോഴാണ് കൂൺശിലകൾ ഉണ്ടാകുന്നത്. കൂൺശിലയുടെ തലഭാഗം മേശ പോലെ കാണപ്പെടുന്നു. ഇതിനെയാണ് പീഠശിലകൾ എന്ന് അറിയപ്പെടുന്നത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ചിലപ്പം പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കുന്ന അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം നമുക്ക് ചോദിക്കാം. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. പെഡസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ പീഠശിലകൾ എണീറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് കാണാറുണ്ടല്ലേ. അപ്പൊ അതിനെയാണ് പെഡസ്റ്റലുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന രൂപങ്ങളാണ് പെഡിമെന്റുകൾ. പെഡിമെന്റ് എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ അടിവാരത്തെ ശിലാപ്രതലമാണ് പെഡിമെന്റുകൾ. പെഡിപ്ലെയിൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങൾ തേഞ്ഞ് നിരപ്പായ സമതലമാണ് പെഡിപ്ലെയിനുകൾ. പ്ലയാസ് എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ്. അപവാഹന ഗർത്തം എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ ഗർത്തങ്ങളായിരിക്കും. അപവാഹനം എന്താ നമ്മൾ ആൾറെഡി പറഞ്ഞു.
കൂൺശിലകൾ, മരുഭൂമിയിലെ ശിലാരൂപങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് കൂൺശിലകൾ. കൂൺശിലയുടെ തലഭാഗത്തെ മേശ പോലെ കാണപ്പെടുന്നു. ഇവയാണ് പീഠശിലകൾ. പീഠശിലകൾ എണീറ്റ് നിൽക്കുന്ന പോലെ കാണാറുണ്ട്, അതിനെയാണ് പെഡസ്റ്റലുകൾ എന്ന് പറയുന്നത്. അതേപോലെ ഇനി പഠിക്കാനുള്ളത് കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് മണൽമേടുകൾ. നിക്ഷേപിക്കലിലൂടെ മണലൊക്കെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ്, നിക്ഷേപണ ഭൂരൂപമാണ്. മണൽമേടുകൾ, ബർക്കൻസ്, പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ, ഇവയെല്ലാം എന്താണ്? കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവ എന്തെല്ലാമാണെന്ന് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, കാരണം മണൽമേടുകൾ എന്താണെന്ന് നമുക്കറിയാം. അതൊരു കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപമാണെന്ന് മനസ്സിലാക്കുക. ബർക്കൻസ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ബർക്കൻസിനെ കുറിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു 8, 9, 10 ഒരു ചാപ്റ്ററിൽ 8, 9, 10 അങ്ങോട്ട് പഠിച്ചല്ലേ? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ചിറകുകൾ പോലെ അഗ്രങ്ങളുള്ള മണൽമേടുകളാണ് ബർക്കൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഏറെക്കുറെ നിരപ്പായ തലങ്ങളിൽ അതുപോലെ തന്നെ മിത വേഗത്തിലും സ്ഥിരമായ ദിശയിലും കാറ്റ് വീശുമ്പോഴാണ് ഈ ഒരു ബർക്കനുകൾ രൂപം കൊള്ളാറുള്ളത്. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ചന്ദ്രക്കലയുടെ ആകൃതിയിലും അതുപോലെ ചിറകുകൾ പോലെ അഗ്രഹമുള്ള മണൽമേടുകളാണ് ബർക്കൻസ്. ഈ ബർക്കൻസ് ഒക്കെ എന്തൊരു ഉദാഹരണം നമുക്ക് പറയാം? കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപത്തിന് ഉദാഹരണമാണ് ബർക്കൻസ്. അതേപോലെ പാരാബോളിക് മണൽമേടുകൾ, അതായത് വിപരീത രൂപത്തിലുള്ള ബർക്കനുകളെയാണ് നമ്മൾ പാരാബോളിക് മണൽമേടുകൾ എന്ന് പറയുന്നത്. ബർക്കൻസ് പറഞ്ഞു, അതിന്റെ വിപരീത രൂപത്തിലുള്ള ബർക്കനുകളാണ് പാരാബോളിക് മണൽമേടുകൾ. രൂപം കൊള്ളുന്നത് പ്രധാനമായിട്ട് സസ്യജാലങ്ങൾ നിറഞ്ഞ മണൽ പരപ്പുകളിലായിരിക്കും പാരാബോളിക് മണൽമേടുകൾ രൂപം കൊള്ളുക. സസ്യജാലങ്ങൾ നിറഞ്ഞ മണൽപ്പരപ്പുകളിൽ രൂപം കൊള്ളുന്നതാണ് പാരാബോളിക് മണൽമേടുകൾ. സീഫുകൾ, അതായത് ബർക്കനോട് സാമ്യമുള്ള ഒന്നാണ് സീഫുകൾ. അതുപോലെ അനുദൈർഘ്യ മണൽമേടുകളുണ്ട്, വിലങ്ങൻ മണൽമേടുകൾ. ഇവയെല്ലാം എന്താണ്? കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കാറ്റിന്റെ അപരദന രൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? പെഡിമെന്റുകൾ, പെഡിപ്ലെയിനുകൾ, പ്ലയാസുകൾ, അപവഹനഗർത്തം, കൂൺശിലകൾ, പീഠശിലകൾ, പെഡസ്റ്റലുകൾ. ഇവയെല്ലാം എന്താണ്? കാറ്റിന്റെ പ്രവർത്തനത്തോടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന ഭൂരൂപം. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ? അതിന്റെ ഒരു ശിലാപ്രതലം, ശിലകൾ, ഇതെല്ലാം എന്തായിരിക്കും? അപരദന ഭൂരൂപങ്ങളായിരിക്കും. നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ? കാറ്റിന്റെ അതെല്ലാം മണൽ കൂനകളും മണൽ കുന്നുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിക്ഷേപിക്കുമല്ലേ? അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുമല്ലേ? അതിനെയാണ് നിക്ഷേപണ ഭൂരൂപം. മണൽമേടുകൾ, ബർക്കൻസ്, പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ, ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരിക. എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരിക. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നക്കൽ വിശറുകൾ പഠിച്ചു, ഡെൽറ്റകൾ പഠിച്ചു, മൊണാഡ് നോക്കുകൾ എന്താന്ന് പഠിച്ചു, പെനിപ്ലെയിനുകൾ എന്താന്ന് പഠിച്ചു, താഴ്വര എങ്ങനെ രൂപം കൊള്ളുന്നതെന്ന് പഠിച്ചു. അപരദന ഭൂരൂപങ്ങൾക്ക്, നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമായത് സോളോ ഹോളുകളും, സിങ്ക് ഹോളുകളും, ലാപ്പീസുകളും, ചുണ്ണാമ്പുകൽ പ്രതലങ്ങളും, അതേപോലെ സ്റ്റാലക്ടൈറ്റുകളും, മൈറ്റുകളും, സ്തംഭങ്ങളും, ഹിമാനികളും അവയുടെ പ്രത്യേകതകളും, ഹിമാനികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളും, ഹിമാനിയുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന അപരദനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളും, അതേപോലെ കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപരദന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളും, കാറ്റിന്റെ നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളും അവയെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.